ഹലോ ഫ്രണ്ട്സ്, ഇറ്റ്സ് മീ മുഹമ്മദ് അജ്മൽ. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് ഒരു ആൻഡ്രോയിഡിലും ഐഫോണിലും ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റിയൊരു ട്രിക്കുമായിട്ടാണ്. അപ്പോൾ ആൻഡ്രോയിഡ് ഫോണും ഐഫോണും യൂസ് ചെയ്തുകൊണ്ട് എങ്ങനെ നമുക്ക് ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളായ TV, AC അങ്ങനത്തെ ഉപകരണങ്ങൾ എങ്ങനെ കൺട്രോൾ ചെയ്യാമെന്നുള്ളതാണ്. അപ്പോൾ അതിനായിട്ട് നമുക്ക് ആവശ്യമുള്ളത് ഒരു 3.5mm ഒരു ഓഡിയോ ജാക്ക് കണക്ടറാണ്. അപ്പോൾ രണ്ട് IR LED-കളും ഇതിനായിട്ട് ആവശ്യമുണ്ട്. അപ്പോൾ നമുക്ക് കണക്ടർ ഒന്ന് കഴിച്ച് ഇതിൻ്റെ ഉള്ളിൽ എന്താ ഉള്ളതെന്ന് നോക്കാം. അപ്പോൾ ഇത് കഴിച്ച് കഴിഞ്ഞാൽ ഇതുപോലൊരു ഇതാണ് നിങ്ങൾക്ക് കിട്ടുക. അതിൻ്റെ 3 ലീഡുകളാണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുക. ഒരു ചെറിയ ലീഡും ഒരു കുറച്ച് വണ്ണുള്ള ലീഡും കൂട്ടത്തിൽ ഏറ്റവും വണ്ണുള്ളൊരു ലീഡ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ കൂട്ടത്തിൽ ഏറ്റവും ചെറിയ ലീഡ് ഇതിനായിട്ട് ആവശ്യം വരുന്നില്ല. അത് കത്രിക കൊണ്ടോ കട്ടർ കൊണ്ടോ നിങ്ങൾ കട്ട് ചെയ്ത് മാറ്റുക. ഇപ്പോൾ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ 2 ലീഡുകളാണ് ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കുക. ഇനി എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ IR LED-ൻ്റെ ഒരു IR LED-ൻ്റെ പോസിറ്റീവും ഒരു IR LED-ൻ്റെ നെഗറ്റീവും തമ്മിൽ കൂട്ടിപ്പിരിക്കുക. കൂട്ടിപ്പിരിക്കുമ്പോൾ ശ്രദ്ധിക്കുക, കൈക്ക് തുളച്ച് കയറാൻ സാധ്യതയുണ്ട്. രണ്ടും നന്നായിട്ട് കൂട്ടിപ്പിരിക്കുക. വീഡിയോയിൽ കാണുന്നത് പോലെ ചെയ്താൽ മതിയാവും. IR LED-കൾ രണ്ടും കൂട്ടിപ്പിരിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ എടുത്തു വെച്ച കണക്ടറിൽ നമ്മളെ ലെഗ് ഇത് മറ്റേ നമ്മൾ സോൾഡർ ചെയ്യുന്നവരെ യൂസ് ചെയ്യുന്നൊരു പേസ്റ്റാണ്. അപ്പോൾ അതൊന്ന് ജസ്റ്റ് അതിൻ്റെ മുകളിൽ പുരട്ടി കൊടുക്കുക. അപ്പോൾ എന്തിനാ അങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ലെഡ് ഇതിൻ്റെ മുകളിൽ സോൾഡർ ചെയ്യാൻ എളുപ്പമാകാൻ വേണ്ടിയിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആ ലെഡ് ആദ്യം ഒന്ന് ജസ്റ്റ് ഒന്ന് അവിടെ പിടിപ്പിച്ച് കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ അതിനുശേഷം നമ്മൾ ഈ ലെഡ് ആ പേസ്റ്റ് യൂസ് ചെയ്തതിന് ശേഷം ഈ ലെഡ് അവിടെ ജസ്റ്റ് ഒന്ന് ആക്കി കൊടുക്കേണ്ട ആവശ്യം വരുന്നുണ്ട്. എന്നാലാണ് നമ്മൾ പെട്ടെന്ന് സോൾഡർ ചെയ്തതിനാൽ അവിടെ പിടിച്ച് നിൽക്കുകയുള്ളൂ. അപ്പോൾ ആ IR LED-യും ഇനി നമുക്ക് സോൾഡർ ചെയ്യാം. 2 ലീഡിലും IR LED-കൾ സോൾഡർ ചെയ്ത് പിടിപ്പിക്കുക. അപ്പോൾ സോൾഡർ ചെയ്ത് പിടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. അപ്പോൾ ഇത് നമ്മൾ ഐഫോണിലാണ് ചെയ്യുന്നതെങ്കിൽ റിമോട്ട് മാസ്റ്റർ എന്ന് പറഞ്ഞ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുക. അതിനുശേഷം ഓപ്പൺ ചെയ്യുക. ഇതുപോലൊരു ഇൻ്റർഫേസ് ആയിരിക്കും നിങ്ങൾക്ക് കാണുക. ഇപ്പോൾ ഇവിടെ പ്ലസ് ബട്ടൺ, റൈറ്റ് സൈഡിൽ പ്ലസ് ബട്ടണിൽ റിമോട്ട് ഏഡ് നിൽക്കുക. അതിനുശേഷം നമ്മൾ ഉണ്ടാക്കിയ IR ഡിവൈസ് നമ്മളെ ഫോണിൻ്റെ ഇയർഫോൺ ജാക്കിൽ കുത്തുക. അതിനുശേഷം ഇങ്ങനെ ഒരു ഓപ്ഷൻ ചോദിക്കും. അപ്പോൾ ഫസ്റ്റത്തെ ഓപ്ഷൻ തന്നെ എടുക്കുക. ഫസ്റ്റത്തെ ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സെറ്റ് ബോക്സിൽ വേണോ, TV കണക്ട് ചെയ്യണോ, AC കണക്ട് ചെയ്യണോ, അങ്ങനെ ഫാന്, അങ്ങനത്തെ എല്ലാം കുറേ ഓപ്ഷൻസ് ഉണ്ടാവും. അപ്പോൾ അതിൽ ഞാൻ സെറ്റ് ബോക്സ് എടുക്കുകയാണ്. പക്ഷേ ലോഡിങ് ആയിട്ട് കുറേ സെറ്റ് ബോക്സിൻ്റെ ഇത് വരും. ഓൾ ഇന്ത്യ എല്ലാം മൊത്തത്തിലുള്ള സംഭവങ്ങൾ വരും. അതിൽ ഓൾ നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനൊരു ഇൻ്റർഫേസ് വരും. എന്നിട്ട് ഓരോന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മളെ സെറ്റ് ബോക്സിന് കണക്റ്റ് ആകുന്നത് ഏതെങ്കിലും ഒന്ന് ഇതിലുണ്ടാവും. അപ്പോൾ അതിനനുസരിച്ചിട്ട് ഡണ്ണ് കൊടുക്കുക. ഇപ്പോൾ ഞാൻ സെറ്റ് ചെയ്ത് വെച്ച ഇതാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ എൻ്റെ വീട്ടിലെ സെറ്റ് ബോക്സിൽ ഞാൻ സെറ്റ് ചെയ്ത് വെച്ചതാണത്. പിന്നെ TV സെറ്റ് ചെയ്ത് വണ്ടീൻ്റെ TV സെറ്റ് ചെയ്തു. അപ്പോൾ നെക്കി പിടിച്ച് കഴിഞ്ഞാൽ ഇങ്ങനൊരു ഇൻ്റർഫേസ് നിങ്ങൾക്ക് വരുന്നതാണ്. അപ്പോൾ ഇനി ഞാൻ ഇത് സെറ്റ് ബോക്സിൽ ചാനൽ മാറ്റുന്നേരോ വോളിയം ബട്ടൺ നിൽക്കുന്നേരമല്ലോ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. കണ്ടോ, ചാനൽ നിൽക്കുന്നേരം TV മാറുന്നുണ്ട്. അപ്പോൾ ഇത് ഫേക്കൊന്നുമല്ല. ഞാൻ സെറ്റ് ബോക്സിൻ്റെ റിമോട്ട് അതാ സെറ്റ് ബോക്സിൻ്റെ അടുത്ത് തന്നെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഫോണിൽ മാറ്റുന്നേരം തന്നെയാണ് ഇത് മാറുന്നത്. നിങ്ങൾക്ക് കാണാം, വോളിയം ബട്ടൺ നിൽക്കുന്നേരം വോളിയം കൂടുന്നത് നിങ്ങൾക്ക് കാണാം.
കുറക്കുന്നേരം കുറക്കുന്നതും കാണാം. അപ്പോൾ ഞാനിത് 2 വീട്ടിൽ നിന്ന് എൻ്റെ റിലേറ്റീവിൻ്റെ വേറൊരു വീട്ടിൽ നിന്ന് ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം മാറുന്നത്. ഇതൊരു വേറെ വീടാണ്. ഇവിടുന്ന് ഞാൻ ചെയ്തിട്ടുണ്ട്. ഇവിടെ ഞാൻ ചെയ്ത് നോക്കിയിട്ടുണ്ട്. കണ്ട വോളിയം ബട്ടൺ നിൽക്കുന്നേരം അതും ഇവിടുന്ന് മാറുന്നുണ്ട്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.